ഇനി അതിന് ഇസ്ലാം കുറേ പരിഹാരങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ ചിലതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒന്നെന്താണോ, ജീവിതത്തിൻ്റെ പരിശുദ്ധിയാണ് പഠിപ്പിച്ചു കൊടുക്കുക. മനുഷ്യന്മാരെ കുറിച്ചുള്ള അവരെ പരിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഒരാൾ ശുദ്ധിയാകാൻ എന്താണ് വേണ്ടത്? ഒരാളെ നിങ്ങൾ നോക്കിയൊരു മനുഷ്യനെ കൊല്ലൽ പോയിട്ട് ഉപദ്രവിക്കരുതേ എന്ന് കരുതിയിട്ടാണ് ഫിത്രിയായ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നഖം മുറിക്കുക എന്നുള്ളത്. വിശ്വാസിയെയും അവിശ്വാസിയെയും ഏത് മനുഷ്യന്മാരെയും മൃഗങ്ങളെയും ഒന്നിനും നമ്മൾ മുഖേന ഒരു ഉപദ്രവം ഉണ്ടാകരുതേ എന്ന് കരുതിയിട്ട് നഖം മുറിക്കണം എന്ന് പറയാൻ കാരണം എത്ര സൂക്ഷ്മമായ നിർദ്ദേശമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. പിന്നെ എങ്ങനെ ആ ഇസ്ലാം എങ്ങനെ കൊലപാതകത്തിന് ആ മുസ്ലിമിനെ ഏതെങ്കിലും ആളുകളെ കൊല്ലുമോ? അപ്പോൾ കൊലപാതകം എന്നുള്ളത് മഹാവിപത്താണ്. അതുപോലെ തന്നെ കോപത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കോപിക്കരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നോക്കി നബിൻ്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഔസിനി എന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗ്ളബ് എന്നാണ് പറഞ്ഞത്. അതിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ലാ തഗ്ളബ് എന്ന്. അയാളെ സംബന്ധിച്ചിടത്തോളം അതാണ് കോപാണ് ഏറ്റവും ദൂഷ്യമായ ആളുള്ളത്. അവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്. അപ്പോൾ കോപിക്കരുത് എന്നുള്ള ആ ഉപദേശം പാലിക്കാൻ മുസ്ലിം സമൂഹവും എല്ലാവരും തയ്യാറാകണം. അപ്പോൾ മുസ്ലിം സമൂഹത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള ഒരു പരിഹാരം കൊലപാതകത്തിൻ്റെ വക്കത്തെത്തുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പേ ചെയ്യാൻ പറ്റുന്ന മസ്ലഹത്ത് സുൽഹാക്കുക. ഒരാൾ മസ്ലഹത്തിൻ്റെ ആൾക്കാർക്ക് എത്ര കൂലിയൊക്കെയാണെന്നറിയോ? നാട്ടിലുള്ള പ്രമാണിമാരും ചില ആൾക്കാർ നാട്ടിലുള്ള എല്ലാവരും മസ്ലഹത്താക്കും. അവനവൻ്റെ പെരിയിലുള്ളത് മസ്ലഹത്താക്കാൻ കഴിയില്ല. ചില മോട്ടിവേഷൻ സ്പീക്കർമാരും അതുപോലെ തന്നെ കൗൺസിലർമാരും കണ്ടില്ലേ, നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഓല് തീർക്കും. ഓലെ പെണ്ണുങ്ങളെ TV കൊണ്ടൊക്കെ തലക്കടിക്കും. അല്ലെങ്കിൽ വേറെയുള്ള പഠിത്തമുണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം അതിന് എന്നോ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഒരിക്കലും കോപമുണ്ടാകാൻ പാടില്ല. പിന്നെ മുസ്ലിം സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പ്രശ്ന പരിഹാര സംവിധാനമാണ് മസ്ലഹത്ത് എന്ന് പറയുന്നത്. അത് ഉപയോഗപ്പെടുന്ന മധ്യസ്ഥത വഹിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നിയമപരമായ ഭയം അവർക്ക് ഉണ്ടാവണം. ഒരാളെ കൊന്നവനെ കൊല്ലും എന്നുള്ള തോന്നലുണ്ടാവണം. നമ്മളെ നാട്ടിൽ അങ്ങനെയുള്ള നിയമങ്ങൾ വളരെ കുറവാണ്. എത്രയോ ആളുകളെ കൊന്നാലും അതിന് അർഹമായ ശിക്ഷ നൽകുന്നില്ല. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ തക്കതായ ശിക്ഷ തെളിവോടുകൂടി വ്യക്തമായി ബോധ്യപ്പെട്ടാൽ കൊലക്ക് കൊലനെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരാൾ കൊലപ്പെടുത്താൻ പോകൂല. അപ്പോൾ അന്യായമായ കൊലപാതകത്തിന് ഇസ്ലാമിൽ നിർദ്ദിഷ്ടമായ കടുത്ത ശിക്ഷകളാണ് നൽകുന്നത്. അതുകൊണ്ട് പിന്നാപൂതി ഉണ്ടാവില്ല.